പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഒത്തുചേരലിനുമായാണ് കലോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നേതാക്കളുള്ള സമയത്ത്, അധ്യാപകരുടെ സമയത്ത്, ജനപ്രതിനിധികൾ സഹായിക്കാനുള്ള സന്ദർഭത്തിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യം, അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതെങ്കിലും അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് നല്ലപോലെ ട്രെയിനിങ് ആവശ്യമാണ്. നല്ലപോലെ പ്രായോഗിക തലത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പരിശീലനം ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊന്നും അറിഞ്ഞിട്ട് അല്ല അല്ലെ ഭിന്നശേഷി മക്കളുണ്ട്, അതുകൊണ്ട് ഞങ്ങളത് പഠിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നത് രക്ഷിതാക്കളെ നന്നായി പഠിക്കേണ്ടി വരും. അവർ ഓരോ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർ ചെയ്യേണ്ടി വരും. ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോൾ അവർക്ക് ഏതോ ശേഷി കൂടുതലാണ്. എനിക്കറിയുന്ന തന്നെ 1-2 പേരുണ്ട്. ആ കുട്ടികളുടെ വീട്ടിൽ ഞാൻ ദിവസം പോയപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പാടാം, കവിത പാടാം എന്ന് പറഞ്ഞു. കവിത പാടുന്ന സമയത്ത് എനിക്ക് തോന്നി കവിതകൾ നമുക്ക് തന്നെ സാധാരണ ബുദ്ധിയുള്ളവരാണ്, വലിയ ബുദ്ധി കൂടുതലുള്ളവരല്ല, എന്നാൽ സാധാരണ ബുദ്ധിയുള്ളവരാണ്. നമുക്കൊരു കവിത ചിലപ്പോൾ പക്ഷെ പൂർണ്ണമായും 10-20 മിനിറ്റ് കഴിയുന്ന പഠനത്തിന് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ കുട്ടി ആ 20 മിനിറ്റ് ഒരു അക്ഷരം തെറ്റാതെ എത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ട് പാടിയെന്നറിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അവരുടെ കഴിവുകളെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാവരും നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തും ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾക്കറിയാം, ഏകദേശം ഒരു 300-ന് പുറത്തായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശത്ത് ഈ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത്. അതിലേതാണ്ട് 50 പേർക്കൊക്കെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തു വരുന്നു. അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ വൈകാരിക്ക് അനുസരിച്ചുള്ള ക്യാമ്പുകൾ നടത്തുകയും ആ ക്യാമ്പിൽ ഡോക്ടർമാർ എഴുതി തരുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും അങ്ങനെ ഒട്ടേറെ നമ്മൾക്ക് നീക്കിവെക്കേണ്ടതായ തുക നമ്മൾ നീക്കിവെച്ചുകൊണ്ട് 1 രൂപ പോലും ലാപ്സ് ആവാതെ നമ്മൾ ഈ മേഖലയിലേക്ക് ചെലവഴിച്ചു വരുന്നുണ്ട് എന്നുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത്, സുജ ശിവരാമൻ, സന്ധ്യ സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ICDS സൂപ്പർവൈസർ CH ദീപ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.